കാപ്പ ചുമത്തി ജയിലിൽ അടക്കപ്പെട്ട തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയ്യൂർ ജയിലിൽ വെച്ച് രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരം മേയർ വി രാജേഷ് ചടങ്ങിൽ പങ്കെടുക്കും. സുഗതൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിലാണ്. ഇത് കോടതി റദ്ദാക്കി. അങ്ങനെയാണ് സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത്. ഇതിനിടെ വിവിധ കേസുകളിൽ കാപ്പ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലാവുകയും ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്കായി ജാമ്യം അനുവദിക്കണമെന്ന ഹർജി പരിഗണിച്ച കോടതി ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. സുഗതനെ ജയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാവുമോ എന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം കോടതി ആരാഞ്ഞിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പ തടവിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന സുഗതന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ചോദ്യം. കാപ്പ തടവിൽ നിന്നും സുഗതനെ മോചിപ്പിക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. വാർഡ് 20 കൗൺസിലറായ സുഗതൻ നേരത്തെ നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. എന്നാൽ കാപ്പ കേസിൽ നിന്ന് ജയിൽ മോചിതരായാൽ മാത്രമേ ഇടക്കാല ജാമ്യം ബാധകമാകൂ എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജയിൽ മോചനം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത്. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ രാവിലെ 11 മണിക്ക് മേയർ രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതോടെ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകില്ലെന്ന ആശ്വാസത്തിലുമാണ് BJP. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മിനിമം ഉദ്യോഗസ്ഥരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ കഴിയൂ. അംഗീകരിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് മാത്രം ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. സുഗതൻ ഒരു കൊടും ക്രിമിനലാണെന്നും സത്യപ്രതിജ്ഞ ചെയ്യാനായി ജയിലിന് പുറത്തുവിടാൻ കഴിയില്ല എന്നുമുള്ള ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. എന്നാൽ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ജനാധിപത്യത്തിൽ പ്രധാനമെന്നും ക്രിമിനൽ കേസുകൾ പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് സുഗതൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. ജനവിധി മാനിച്ചുകൊണ്ടാണ് ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ കോടതി അനുമതി നൽകിയത്. സുഗതനുമേൽ ചുമത്തിയ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി ശരിവെക്കുകയും ചെയ്തു. അതോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ സുഗതന് വിലക്കുണ്ട്. സത്യപ്രതിജ്ഞ നടത്താൻ സാധിച്ചില്ലെങ്കിൽ സുഗതൻ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJPക്ക് നഷ്ടമാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇനിയൊരു പ്രശ്നം കൂടെ സുഗതനെയും BJPയെയും കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്താലും ജയിലിൽ തുടരുന്നതിനാൽ കൗൺസിൽ യോഗങ്ങളിൽ ഹാജരാകാൻ കഴിയാതിരിക്കുന്നത് ഭാവിയിൽ സുഗതന്റെ അംഗത്വത്തിന് ഭീഷണിയായി മാറും. അത് ഭരണം നഷ്ടമാവുന്നതിലേക്കും നയിച്ചേക്കാം. മാറാത്തത് മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെയും ഫയലുകളും ഒക്കെ എടുത്തുകൊണ്ട് മേയർ രാജേഷ് അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 280 കിലോമീറ്റർ ദൂരമുള്ള വിയ്യൂർ ജയിലിലേക്ക് പോവുകയാണ്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മധുരം വിതരണം ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക അനുവാദം മേടിച്ച ശേഷം ജയിൽ പുള്ളികൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ മാറാത്തത് മാറുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി, അതും കാപ്പ ചുമത്തിയ ഒരു വ്യക്തി, ഇന്ന് വിയ്യൂർ ജയിലിൽ വെച്ച് തടവറകളെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു.